ഹായ് ഗായ്സ്, എല്ലാവരും സുഖമായിട്ടിരിക്കുന്നതെന്ന് വിശ്വസിക്കുന്നു. അപ്പം ഇന്ന് ടോപ്പിക് ബേസ് ഒന്നുമല്ല, റാൻഡം കുറച്ച് കാര്യങ്ങളെക്കുറിച്ച് സംസാരിക്കാൻ വേണ്ടിയിട്ടാണ്. സോ ഇന്ന് ആദ്യം തന്നെ ഒരു സന്തോഷ വാർത്ത പറഞ്ഞു തുടങ്ങാം. ഞാൻ പഠിപ്പിച്ച എൻ്റെ ട്യൂഷൻ കുട്ടികൾക്ക് CBSEയുടെ 12th റിസൾട്ട് വന്നു. 70% മാർക്ക് ഉണ്ടായി. സോ ഇവിടെ വന്നിട്ട് എൻ്റെ ഫസ്റ്റ് ട്യൂഷൻ ബാച്ചായിരുന്നു അത്. അവർക്ക് നല്ല റിസൾട്ട് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റി. സോ ഭയങ്കര ഗ്രേറ്റ്ഫുൾ ആയിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. ആൻഡ് പിന്നെന്താ പറയുക, ഇന്ന് ഒരു റാൻഡം ഡേ ആയിരുന്നു. ഒത്തിരി എന്താ പറയുക, ഒത്തിരി സന്തോഷമില്ല, എന്നാൽ ഒത്തിരി ഡൗണും അല്ല. അങ്ങനെ ഒരു നോർമൽ ഡേ ആയിരുന്നു ഇന്ന്. എല്ലാവരും അത്യാവശ്യം വർക്ക് ഉണ്ടായിരുന്നു ഓഫീസിൽ. ദെൻ നമുക്കിന്ന് കുറച്ച് കാര്യങ്ങൾ, മീൻസ് ഇന്നും ഇൻ്റർവ്യൂസ് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ ഇന്ന് എനിക്ക് ഒട്ടും ഹെക്റ്റിക് ആയിട്ടോ അല്ലെങ്കിൽ ഇന്ന് ഫുള്ള് ഞാൻ എൻജോയ് ചെയ്ത കാര്യങ്ങൾ ചെയ്തത്. എന്തുകൊണ്ടാണെന്ന് എനിക്ക് അറിഞ്ഞൂടാ. ബട്ട് ഇന്ന് എല്ലാ കാര്യങ്ങളും കുറെ കൂടെ ഇൻവോൾവ് ആയി, കുറെ കാര്യങ്ങൾ നോക്കി പയ്യെ ചെയ്ത്, അങ്ങനെ എൻ്റെതായ ടൈം എടുത്ത് ഞാൻ ചെയ്ത കുറേ കാര്യങ്ങളാണുള്ളത്. പിന്നെ ഞാൻ ഇന്ന് ഒരു ഇൻസിഡൻറ്റ് ഉണ്ടായതിൽ വെച്ചിട്ട് ഞാൻ പഠിച്ചൊരു കാര്യം എന്തെന്ന് വെച്ചാൽ, മുന്നത്തെ ഞാനാണെങ്കിൽ ഭയങ്കര ഓപ്പണാണ്. എല്ലാ കാര്യങ്ങളും എല്ലാവരോടും ഷെയർ ചെയ്യുക, അല്ലെ ഒത്തിരി സംസാരിക്കുക. ഇപ്പോൾ പരിചയമുള്ളവരാണെങ്കിലും ഇല്ലാത്തവരാണെങ്കിലും ഒരുപാട് സംസാരിക്കുക, അങ്ങനെ കുറേ കാര്യങ്ങളുണ്ടായി. പക്ഷേ ഇപ്പം ഇന്നൊരു ഇൻസിഡൻറ്റ് സംഭവിച്ചപ്പോൾ ഞാൻ എന്നെ തന്നെ ഒന്ന് വിലയിരുത്താണ്. മുന്നത്തെ ഞാനാണെങ്കിൽ അത് എന്തെങ്കിലും വള്ളി പിടിച്ച് ആ വഴിക്ക് അങ്ങ് പോകും. പക്ഷേ ഇന്നൊരു സംഭവം ഉണ്ടായ സമയത്ത് ഞാനത് പ്രോപ്പറായിട്ട് സ്റ്റോപ്പ് ചെയ്യേണ്ട സമയത്ത് എനിക്ക് സ്റ്റോപ്പ് ചെയ്യാൻ പറ്റി. എനിക്ക് എൻ്റെ ഒരു ലിമിറ്റിൽ നിന്ന് അപ്പുറം കിടക്കുന്നു എന്ന് തോന്നിയ സമയത്ത് ഞാൻ സ്റ്റോപ്പ് ചെയ്യാൻ പറ്റി. എനിക്ക് അതേപോലെ എൻ്റെ ഒരു നേച്ചർ വെച്ചിട്ട് എനിക്ക് കുറേ കാര്യങ്ങൾ എന്നിൽ കൺട്രോൾ ചെയ്യാൻ പറ്റി. അതെനിക്ക് ഭയങ്കര ഹാപ്പി ആയിട്ടുള്ളൊരു കാര്യമാണ്. കാര്യം എന്താ പറയുക, ഓവറായിട്ടുള്ള, ഞാൻ എപ്പോഴും പറയും ഞാനൊരു തുറന്ന പുസ്തകമാണ്. അപ്പോൾ എല്ലാവരോടും സംസാരിക്കും. അങ്ങനെ ചെയ്യാൻ പാടില്ലെന്നാണ്. പക്ഷേ എപ്പോഴും ഈ കാര്യം മൈൻഡിലുണ്ടെങ്കിൽ പോലും ഓട്ടോമാറ്റിക്കലി അത് ചെയ്തു പോവും. അപ്പോൾ ആ ഒരു കാര്യത്തെ എനിക്കിപ്പോൾ നല്ല രീതിക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നുണ്ട്. അപ്പം ഞാൻ പഠിച്ചൊരു കാര്യമാണ് ഞാൻ പറയാൻ പോണത്. നമുക്ക് റിപ്പീറ്റ് ചെയ്ത് മിസ്റ്റേക്സ് വരരുത്. എന്താണെന്ന് വെച്ചാൽ, നമുക്കിപ്പോൾ ഒരു മിസ്റ്റേക്ക് വന്നു, നമ്മൾ മിസ്റ്റേക്ക് ചെയ്തു, ദെൻ അടുത്ത തവണ അതേ മിസ്റ്റേക്ക് പിന്നെ ആവർത്തിക്കാൻ പാടില്ല. ആ ഒരു കാര്യത്തെ നമ്മൾ എപ്പോഴും മൈൻഡിൽ കീപ്പ് ചെയ്യണം. ഇപ്പം വീഡിയോസ് ചെയ്യുന്ന കേസിലാണെങ്കിലും, ഇപ്പം ജിമ്മിൽ പോണവരാണെങ്കിൽ ജിമ്മിൽ പോണ കേസിലാണെങ്കിലും ഡെയിലി ജിമ്മിൽ പോകണം. അല്ലെങ്കിൽ ഇപ്പോൾ എൻ്റെ കേസിലാണെങ്കിൽ ഞാൻ ഡെയിലി വീഡിയോസ് പോസ്റ്റ് ചെയ്യണം. അപ്പം ഇതിൽ ഒരു ദിവസം നമുക്ക് മുടക്കം വന്നെന്നിരിക്കട്ടെ, എന്തെങ്കിലും ഒരു കാരണത്താൽ ഒരു ദിവസം മുടക്കം വന്നെന്നിരിക്കട്ടെ. പക്ഷേ ആ ഒരു മുടക്കത്തെ നമ്മൾ പിന്നെയും റിപ്പീറ്റ് ചെയ്യുകയാണെങ്കിൽ, ആ ഒരു കാര്യം പിന്നെ റിപ്പീറ്റ് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ ഉള്ളിലെ ആ ബാഡ് ഹാബിറ്റിനെ നമ്മൾ പിന്നെയും ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സോ അതിനൊരു ചാൻസ് കൊടുക്കാതെ മാക്സിമം എന്താണോ നിങ്ങൾ ഫോക്കസ് ചെയ്യുന്നത്, അല്ലെങ്കിൽ എന്താണോ ചെയ്യുന്നത്, ആ ഒരു കാര്യത്തിൽ മാക്സിമം കൺസിസ്റ്റൻ്റ് ആയിട്ടിരിക്കാൻ നോക്കുക. ഇന്നിപ്പാട്ടെ നാളെ ആട്ടെ അങ്ങനെ വെച്ച് മാറ്റി വെക്കാതെ ഇന്നിപ്പോൾ എന്ത് ചെയ്യാൻ പറ്റും, ഒരു 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 ഇത് കയറി എഴുതിയിട്ടുള്ളെങ്കിൽ, ഇപ്പം ഞാനൊരു ഉദാഹരണം പറയാം. ഞാൻ ആദ്യ സമയത്ത് ഈ എന്താ ജേണൽ ചെയ്യണം എന്നും പറഞ്ഞിട്ട് കുറേ റെഫറൻസ്, കുറേ കാര്യങ്ങളൊക്കെ എടുത്തു വെച്ച് കുറേ സാധനങ്ങൾ, ക്രാഫ്റ്റിൻ്റെ, അതുപോലെ ജേണലും അതെ ക്രാഫ്റ്റിൻ്റെ ഐറ്റംസ് കുറേ, ആ സമയത്ത് ഒരു ക്രേസ് തോന്നിയിട്ട് കുറേ സാധനങ്ങൾ ഞാൻ വാങ്ങിച്ചു വെച്ചു. ഗ്ലൂ ഗണ്ണ്, മറ്റേ പൈപ്പ് ക്ലീനേഴ്സ്, അങ്ങനെ കുറേ സാധനങ്ങൾ അനാവശ്യമായിട്ട് മേടിച്ച് വെച്ച് അതൊരു എനിക്കൊന്ന് ഒരാഴ്ച അല്ല 2 ആഴ്ച അവിടെ തന്നെ വെറുതെ ഇരുന്നു. എന്നിട്ട് ഞാനാലോചിക്കും, ഞാനിപ്പോൾ ഇത് എന്തിനാ ഇപ്പം മേടിച്ചേ, വെറുതെ ഞാൻ കൊണ്ട് പൈസ കളഞ്ഞ് എന്തിനാ. അപ്പം ഇതൊന്നും അപ്പോഴത്തെ മൈൻഡിൽ വരുന്നില്ല. വെറുതെ ആ സാധനം കണ്ടു, പോയി മേടിച്ചു. എന്നിട്ട് 2 ആഴ്ച കഴിഞ്ഞിട്ടാണ് ഞാൻ അത്യാവശ്യം ക്രാഫ്റ്റേലും ചെയ്തു തുടങ്ങിയത്. ഇപ്പോൾ ജേണലിൻ്റെ കേസിലാണെങ്കിലും കുറേ കാര്യങ്ങൾ റെഫർ ചെയ്തു, എന്നിട്ട് അത് ഇവിടെ വെച്ച് നാളെ ആട്ടെ, നാളെ പിന്നെ ചെയ്യിപ്പോൾ സമയമില്ല, ഇപ്പോൾ ഇതിന് വേണ്ടിയിട്ട് എന്തിനാ മെനക്കെടുന്ന അങ്ങനെ വിചാരിച്ചിട്ട്. പക്ഷെ വൺസ് അത് സ്റ്റാർട്ട് ചെയ്യണം, ഇന്ന് ഒരു ലൈനെങ്കിൽ ഒരു ലൈൻ എഴുതി, അങ്ങനെ ഞാൻ തുടങ്ങിയപ്പോഴാണ് അതൊരു കൺസിസ്റ്റൻറ്റ് വേയിൽ എനിക്ക് ചെയ്യാൻ പറ്റുന്നത്. ജേണൽ എൻ്റെ പേഴ്സണൽ ചോയ്സ് ആയിരുന്നു, അതുകൊണ്ടാണ് ഞാൻ ജേണൽ എന്നുള്ളൊരു ഉദാഹരണം പറഞ്ഞത് കേട്ടോ. ദെൻ ഇതേപോലെ എനിക്ക് വേറെ കൺട്രോൾ ചെയ്തൊരു കാര്യം എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ ഒരു സാധനം, ഇപ്പോൾ പൈസയുടെ കേസ് തന്നെ പറയാം. ഒരു സാധനത്തെ എനിക്ക് ഇഷ്ടപ്പെട്ടു, ഇതെനിക്ക് വേണം എന്ന് ഞാൻ മൈൻഡിൽ വിചാരിച്ച് വെച്ചേക്കുക. ആ സമയത്ത് ഞാൻ വിചാരിക്കുന്നില്ല ഇതെനിക്ക് ആവശ്യമുള്ളതാണോ അല്ലാത്തതാണോ, ഞാൻ ഒന്നും ചിന്തിക്കുന്നില്ല. എനിക്കത് വേണം, മേടിക്കണം, പൈസ കയ്യിലുണ്ടെങ്കിൽ പോയി മേടിക്കുക, പിന്നെ നാളത്തേക്ക് പൈസ ഉണ്ടോ ഇല്ലയോ ഞാൻ നോക്കത്തില്ലായിരുന്നു. പക്ഷെ ആ ഒരു സ്റ്റേജിൽ നിന്നും എനിക്ക് ചേഞ്ചസ് ഉണ്ടായിട്ടുണ്ട്. കാര്യം ഞാനിപ്പോൾ ഒരു സാധനം മേടിക്കുമ്പം ഞാൻ കുറേ ചിന്തിക്കുന്നുണ്ട്, ഇത് വേണോ, ഇതിപ്പം മേടിച്ച് എനിക്ക് ഉപകാരം, ഇപ്പോഴത്തെ സന്തോഷത്തിനാണോ, അത് ഇത് കഴിഞ്ഞ് എനിക്ക് അടുത്ത ദിവസത്തേക്കുള്ളത് ഉണ്ടാവുമോ, എങ്ങനെ ഇത് മാനേജ് ചെയ്യാൻ പറ്റും, ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ ഞാൻ ചിന്തിക്കുന്നുണ്ട്.
അതുകൊണ്ട് തന്നെ ഒരു കാൽക്കുലേറ്റഡ് രീതിയിലാണ് ഇപ്പം ഈ പറഞ്ഞ മണി മാനേജ്മെന്റ് ചെയ്യാൻ പറ്റുന്നുണ്ട്, അല്ലെ അതിലെനിക്ക് കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട്. ആ ഒരു കാര്യത്തിൽ എനിക്ക് അമിത ചെലവെന്നുള്ള രീതിക്ക് എനിക്കിപ്പോൾ വരുന്നില്ല. അത് എനിക്കിപ്പോൾ വന്ന റീസെൻ്റായിട്ട് ഞാൻ ശ്രദ്ധിച്ചൊരു മാറ്റമാണത്. ദെൻ ഫോണിൻ്റെ യൂസേജ് എനിക്ക് അത്യാവശ്യം നല്ല രീതിക്ക് ഉണ്ടായിരുന്നു. വർക്ക് കഴിഞ്ഞ് വന്നിട്ട് ഒരു കുളി പരിപാടിയെല്ലാം കഴിഞ്ഞ് കുറച്ച് നേരം ഇരുന്ന് കഴിഞ്ഞാൽ പിന്നെ ഞാൻ രാത്രി ഉറങ്ങുന്നിടം വരെ കണ്ടിന്യൂസ് ഫോൺ പരിപാടി നോക്കുമായിരുന്നു. അതിൽ നിന്നൊക്കെ ഇപ്പം മാറി എനിക്കിപ്പം ഞാൻ എന്നെ തന്നെ വേറെ കാര്യങ്ങൾ ഇപ്പം പറഞ്ഞ പോലെ ക്രാഫ്റ്റിലാണെങ്കിലും ജേർണലിങ്ങിലാണെങ്കിലും അങ്ങനെ കുറേ കാര്യങ്ങളിൽ ഞാൻ എന്നെ തന്നെ എൻഗേജ് ആക്കാൻ തുടങ്ങി. അപ്പം ഈ പറഞ്ഞ എന്നിലുണ്ടായ ചേഞ്ചസ് ആണ് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. സോ ഈ ചേഞ്ചസ് കാരണം എനിക്കുണ്ടായ മാറ്റം എത്രത്തോളമാണ്, അല്ലെ എങ്ങനെയാണ് എന്നെ ചേഞ്ച് ചെയ്തിട്ടുള്ളത് എന്നുള്ളത് എനിക്ക് നല്ല ബോധ്യമുണ്ട്. അപ്പം നിങ്ങളുടെ ലൈഫിലും ഇതേപോലെ നിങ്ങൾ ഇംപ്ലിമെൻ്റ് ചെയ്യാൻ ശ്രമിക്കുന്ന എന്തെങ്കിലും ചേഞ്ചസ് ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. അത് മാക്സിമം നിങ്ങൾ കൺസിസ്റ്റൻ്റ് ആയിട്ട് ചെയ്യാൻ നോക്കുക. ഈ പറഞ്ഞ പോലെ മിസ്റ്റേക്സ് റിപ്പീറ്റ് ചെയ്യാണ്ട് ഇരിക്കാൻ ശ്രമിക്കുക. അപ്പം ഒരു പരിധി വരെ നമ്മളിലുള്ള ആ മാറ്റത്തെ നമുക്ക് തിരിച്ചറിയുമ്പം ഓട്ടോമാറ്റിക്കലി നമുക്ക് സന്തോഷമായിട്ടിരിക്കാൻ പറ്റും. അതേപോലെ ഞാനിപ്പോൾ കണ്ടിന്യൂസ് ആയിട്ട് എനിക്ക് ഓരോരുത്തരുടെ വിശ്വാസമാണ്, ഞാൻ എൻ്റെ രീതിയിലുള്ള പ്രയറും കാര്യങ്ങളും ഒക്കെ ചെയ്യുന്നുണ്ട്. അപ്പം ഈ പറഞ്ഞ പോലെ എവിടുന്നോ ഒരു പീസ്, എവിടുന്നോ ഒരു ഇതുണ്ട്. അതെങ്ങനെയാണെന്ന് എനിക്ക് പറഞ്ഞു തരാൻ അറിയില്ല. പക്ഷേ ഒരു ഓടിപ്പിടിച്ചുള്ള ഒരിതില്ല, ഒരുപാട് റഷായിട്ടുള്ള ഈ പറഞ്ഞ പോലെ തിരക്കൂട്ടി ചെയ്യുന്ന കാര്യങ്ങളില്ല. എല്ലാം ഒരു സമാധാനത്തിലാണ് ഇപ്പോൾ പോണത്. അപ്പോൾ ഈ ചേഞ്ചസ് ഒക്കെ എനിക്ക് ഭയങ്കര ഹാപ്പിനെസ് തരുന്നുണ്ട്. ഡയറക്റ്റ്ലി ഓർ ഇൻഡയറക്റ്റ്ലി എനിക്ക് ഹാപ്പിനെസ് തരുന്നുണ്ട്. അപ്പോൾ നിങ്ങളും ഇതുപോലെ എന്തെങ്കിലുമൊക്കെ ചേഞ്ചസ് ഉണ്ടെങ്കിൽ നിങ്ങളുടെ ലൈഫിൽ ഉണ്ടെങ്കിൽ അത് കണ്ടിന്യൂ ചെയ്ത് പോകാൻ നോക്കുക, കൺസിസ്റ്റൻ്റ് ആയിരിക്കുക. അപ്പോൾ ഇന്നത്തേക്ക് ഇത്രയേ ഉള്ളൂ. ബൈ.